നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ വേണ്ടി ആദം സന്തതികൾ നിലകൊള്ളുമ്പോൾ അവന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ഇദാ കാന ബിനു ആദം ഫീ സിയാഖിൽ മൗത്ത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. വാപ്പാ ഉമ്മ സുഖമില്ലാതെ നീ കടക്കയിൽ കിടക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദര. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, ഒന്ന് ചിന്തിക്കണേ. നിന്റെ വീടിന്റെ അകത്തളത്തിൽ നീ കിടക്കുന്ന കടക്കയിൽ നീ രോഗശീല കിടക്കുകയാണ്. മരണത്തെ പുൽകാൻ കാത്തു നിലകൊള്ളുന്ന സമയമാണ്. അസ്റായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന രംഗമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മുഅ്മിനായ മനുഷ്യ സഹോദര സഹോദരി, നിന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. നിന്റെ വലതുകാലിന്റെ തള്ളവരിലൂടെ ആമാശയത്തിലൂടെ നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് കൊണ്ടുവരുകയാണ്. ഇടതുകാലിന്റെ തള്ളവരിലൂടെ വീണ്ടും ആത്മാവിനെ വേർപെടുത്തുകയാണ്. നിന്റെ മുട്ടിലൂടെ തുടയിലൂടെ ആമാശയത്തിലൂടെ നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടെത്തിച്ച് നിലകൊള്ളുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുന്ന രംഗമാണ്. പരിശുദ്ധമായ ഖുർആൻ പോലും ആ രംഗത്തെ വിശദീകരിച്ചില്ലയോ? إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതായ മനുഷ്യന്റേതാകുന്ന അവസ്ഥ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്. അടിച്ചു പൊളിച്ചവരെ, രസിച്ചവരെ, രമിച്ചവരെ, ആഘോഷ പൊലിമകളുടെ പുറകെ പോയവരെ, അല്ലാഹുവിന്റെ ദീൻ അംഗീകരിക്കാത്ത വിഷയങ്ങൾ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തവരെ, കള്ളു കുടിച്ചവരെ, വ്യഭിചരിച്ചവരെ, സിനിമ കണ്ടവരെ, സീരിയൽ ദർശിച്ചവരെ, മോശപ്പെട്ട ഫിലിമുകളിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ മൊബൈൽ ഫോണിലൂടെ ലാപ്ടോപ്പിലൂടെ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീലതയുടെ ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നതായ ചെറുപ്പക്കാരാ സഹോദരി, ഇതാ മരണത്തെ പുൽകാൻ പോവുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമും കൂട്ടാളികളെ കടന്നു വരുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയാണ്. എത്രയോ യാത്രകൾ നീ അങ്ങടി മുകളിൽ നിന്ന് പോയവനാണ്. പ്രവാസ ലോകത്തേക്ക് പോയവനല്ലയോ? ദുബൈയിലേക്ക് പോയവനാണ്, ഖത്തറിലേക്ക് പോയവനാണ്, ബഹ്റൈനിലേക്ക് പോയവനാണ്, ഒമാനിലേക്ക് പോയവനാണ്, സൗദിയിലേക്ക് യാത്ര ചെയ്തവനാണ്, ലോകത്തിന്റെ പല കോണുകളിലേക്ക് പോയവനാണ്, പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ യാത്രയിലൊക്കെ തിരിച്ച് തന്റെ നാട്ടിലേക്ക് വരുമായിരുന്നു. അവ ഉറപ്പുള്ളതായ സംഗതിയായിരുന്നു. വർഷത്തിൽ നാട്ടിലേക്ക് വന്നതായ പ്രവാസിയാണ്. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും വൈകിട്ട് തന്റെ വീട് വന്ന് അണയുമായിരുന്ന സഹോദരനിതാ മരണത്തെ പുൽകാൻ കിടക്കുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാ. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത യാത്രയാണ്. ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല. നീ എത്ര വലിയായിരുന്നാലും, നീ എത്ര വലിയ സയ്യിദായിരുന്നാലും, നീ എത്ര വലിയ ആലിമായിരുന്നാലും, എത്ര വലിയ മുത്തഅല്ലിമായിരുന്നാലും, എത്ര വലിയ സജ്ജനങ്ങളിൽ പെട്ടവളായിരുന്നാലും, എത്ര വലിയ നികൃഷ്ടനായ വ്യക്തിയായിരുന്നാലും, ഏത് പൊക്കമുള്ളവനായിരുന്നാലും, ഏത് പൊക്കം കുറുകിയവനായിരുന്നാലും, എത്ര വണ്ണമുള്ളവനായിരുന്നാലും, എത്ര മെലിഞ്ഞൊട്ടിയവനായിരുന്നാലും, എത്ര കറുത്തവനായിരുന്നാലും,
സവർണനായിരുന്നാലും എത്ര വെളുത്തവനായിരുന്നാലും എത്ര സവർണനായിരുന്നാലും ഏത് അവർണനായിരുന്നാലും ഏത് രാജാവായിരുന്നാലും ഏത് പാവപ്പെട്ട മനുഷ്യനായിരുന്നാലും ഏത് പ്രജയായിരുന്നാലും മരണത്തെ പുൽകാൻ പോയാ ഇനി ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മരണത്തിന്റെ മുഖമെത്തിയാൽ ഇനി ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. അല്ലാഹുവേ എന്നെയൊന്ന് പിന്തിക്കണേ അല്ലാഹ്. ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അടുത്ത ഒരവധി വരെ എന്നെയൊന്ന് പിന്തിക്കണേ അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് നീ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ആത്മാവ് പിടിക്കാൻ വന്ന അസ്റായിലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. സമയമെത്തിയാൽ അല്ലാഹു പിന്തിക്കുകയില്ല. മറ്റൊരായത്തിൽ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ് ഇദാ ജാഅ അജലുഹാ ലാ യസ്തഖിറൂന സഅത വലാ യസ്തഖ്ദിമൂൻ. സമയമെത്തിയാൽ ഒരു സെക്കൻഡ് മുന്തിക്കുകയുമില്ല, ഒരു സെക്കൻഡ് പിന്തിക്കുകയുമില്ല. ആത്മാവിനെ പിടിക്കലാണ്. അസ്റായീൽ അലൈഹിസ്സലാം വന്നിരിക്കുകയാണ്. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്ന സമയമാണ്. വേദന കൊണ്ട് പൊളയുകയാണ്. നിന്റെ ശരീരത്തിന്റെ നാഡീ നരമ്പുകളിൽ ഉടക്കുമാറ് ശരീരത്തിൽ ആത്മാവിനെ പുറപ്പെടുവിക്കുകയാ. വല്ലാത്ത വേദനയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് കല്ലാ ഇദാ ബലഗത്തിത് തറാഖിയ. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് നിൽക്കുന്ന സമയം അതാ മനുഷ്യൻ വിലപിക്കുകയാണ്, വിളിക്കുകയാണ് മനറാ. ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂതാനുള്ളത്? എനിക്കൊന്ന് മന്ത്രി ചൂതി തരാനുള്ളത് ആരാണ്? ഈ ദുനിയാവിൽ എനിക്കൊരു പനി വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്കൊരു ചങ്കുവേദന വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് ശ്വാസം മുട്ട് വരുമ്പോ, ഈ ദുനിയാവിൽ എനിക്ക് പ്രഷർ കുറഞ്ഞപ്പോ, ഈ ദുനിയാവിൽ എനിക്ക് പ്രഷർ കൂടിയപ്പോ, ഈ ദുനിയാവിൽ എനിക്ക് ഷുഗർ വന്നപ്പോ, ഈ ദുനിയാവിൽ എനിക്ക് മാരകമാകുന്ന രോഗങ്ങൾ പിടിപെട്ടപ്പോ, എനിക്ക് മന്ത്രി ചൂതിയ ഖതീബ് എവിടെ? എനിക്ക് മന്ത്രി ചൂതി വെള്ളം തന്ന സയ്യിദ് എവിടെ? എനിക്ക് മന്ത്രി ചൂതി തന്നതായ ആളുകൾ എവിടെ? ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരാണ്? ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂതി തരാനുള്ളത്? വളന്ന അന്നഹുൽ ഫിറാഖ്. അവന് തന്നെ മനസ്സിലായി ഇതാ ഈ ദുനിയാവിൽ തന്നെ ആത്മാവ് വേർപെടാൻ പോയാണ്. ഒരുപാട് കാലമായി കേൾക്കുന്ന വാളാണ് ഇന്നെന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുകയാ. ഒരുപാട് ഉസ്താദുമാർ വന്നുകൊണ്ട് അങ്കടി മുഖറിൽ ബദർ മസ്ജിദിൽ വന്ന് പ്രഭാഷണം നടത്തിയതാണ്. അവരെല്ലാവരും മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയേറെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതാ മരണത്തെ നേരിട്ട് ഞാൻ ദർശിക്കുകയാണ്, കാണുകയാണ്. ഉറപ്പായിട്ടും യാത്രയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത യാത്രയാണ്. അവന്റെ മനസ്സിൽ അവൻ ഉറപ്പിക്കുകയാണ്. ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേല് വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഉരസുകയാണ്. വേദന കൊണ്ട് പൊളയുന്നതായ മനുഷ്യനാണ്. മരണത്തിന്റെ മുഖത്തെ കുറിച്ചാണ് പറയുന്നത്. ചെറുപ്പക്കാരാ, നീ ചിന്തിക്കുന്നുണ്ടോ? നീ മരിക്കില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? സഹോദരാ, നീ ചിന്തിക്കുന്നുണ്ടോ? നീ മരിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? നഊദു ബില്ലാഹ് എന്ന് ശാസ്ത്രം പോലും ലോകത്തോട് പറഞ്ഞില്ലേ? ഒരാള് പോലും ഈ ലോകത്ത് നിന്ന് മരിക്കാതിരിക്കുകയില്ല. ഈ ലോകത്തിന് നിലനിൽപ്പില്ല. ഈ ലോകം നശിക്കുന്നതാണ്. ശാസ്ത്രം പോലും ലോകാവസാനം വിളിച്ചോതുകയാ. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറാവണേ. ഒരാള് പോലും നിനക്ക് മന്ത്രി ചൂതി തരാനില്ല. ഒരാള് പോലും മരണത്തിന്റെ വേദനയിൽ നിന്ന് രക്ഷിക്കാനില്ല. തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള
സർവ്വസമുദ്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് നിന്റെ വായിലേക്ക് ഒഴിച്ചു തന്നാൽ മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരൽപ്പം പോലും കുറയുകയില്ല. നിന്റെ ദാഹം ശമിക്കുകയുമില്ല. അത്രയേറെ പരവേശമാണ്, അത്രയേറെ പ്രയാസമാണ് മരണത്തിന്റെ മുഖമുഖം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വളരെയേറെ പ്രയാസമാണ്, മാനസികമായി സംഘർഷമാണ്. ലോകത്തുള്ള മുഴുവൻ ജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്ന് വായിലൊഴിച്ചു നൽകിയാലും അവന്റെ പരവേശം തീരൂല. അങ്ങനല്ലേ? ചില ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് 4-5 ഗ്ലാസ് വെള്ളം കുടിച്ചാലും നമുക്ക് ആ പരവേശം തീരലുണ്ടാവൂല. ടെൻഷനും ആദ്യം. മരണം അങ്ങനെയാണ്. ലോകത്തിലുള്ള മുഴുവൻ ജലാശയത്തിലെ വെള്ളം നിന്റെ വായിലൊഴിച്ചാലും നിനക്ക് മനസ്സമാധാനം കിട്ടൂല. ടെൻഷൻ, പ്രയാസം. മരണത്തിന്റെ മുഖം അങ്ങനെയാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. നിന്റെ മടക്കം റബ്ബിലേക്കാണ്, മടക്കം റബ്ബിലേക്കാണ്. ഇനി തിരിച്ചു വരവില്ല. ഫലാ صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى. ഈ ദുനിയാവിൽ നീ സദഖ ചെയ്തവനല്ല, ഒരു പാവപ്പെട്ടവന്റെ കണ്ണീരും നീ ഒപ്പിയതില്ല, ഒരു പള്ളിക്കും നീ സഹായിച്ചിട്ടില്ല, ഒരു മദ്രസയ്ക്കും നീ സഹായം നൽകിയവനല്ല. പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ സമ്പത്ത് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലയോ. ഫലാ സദഖ വലാ സല്ലാ. ഒരാളെയും സഹായിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, വലാ സല്ലാ, നമസ്കാരങ്ങൾ ചിട്ടയില്ലാത്തവനാണ്, നമസ്കാരം ചിട്ട വെക്കാത്തവനാണ്, നമസ്കാരം കൃത്യതയില്ലാത്തവനാണ്. അവൻ വല്ലാതെ ദുനിയാവിൽ അഹങ്കരിച്ചുകൊണ്ട് നടന്നവനാണ്. വലാകിൻ കല്ലബ വതവല്ലാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ആലിമീങ്ങളുടെ വാളുകളെ കളിയാക്കിക്കൊണ്ട് നടന്നവനാണ്. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിട്ടവനാണ്. ആലിമീങ്ങൾ വന്നുകൊണ്ട് മരണത്തെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ, അതിന്റെ ഹിസാബിനെ കുറിച്ച് പറയുമ്പോ, മഹ്ശറെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ, നരകത്തെ കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കുമ്പോ, ഇതെല്ലാം ലാഘവത്തോടുകൂടി കേട്ടുകൊണ്ട് നടന്നവനാണ്. ഇന്നിതാ നേരിട്ട് മരണത്തെ കാണുകയാണ്. ഒളിച്ചോടാൻ പറ്റുകയില്ല. തളർന്ന് കിടക്കുകയാണ്. കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാതായി കിടക്കുകയാണ്. ആ സമയത്ത് അവന്റെ അടുക്കലേക്ക് മലക്ക് വരുകയാണ്. ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്തിൽ നിന്ന് വല്ലാതെ പരവേശത്തിൽ എനിക്കൊന്ന് മന്ത്രി ചോദി തരാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് നിൽക്കുന്നു. അവന്റെ അടുക്കലേക്ക് അല്ലാഹു പ്രത്യേകമായി 5 മലക്കുകളെ അയക്കുമത്രേ. ഫയഅതീഹി മലക്കുൽ അവ്വൽ. അതിലൊന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് കടന്നു വരുമത്രേ. വറൂഹുഹു ഫിൽ ഹുൽഖൂം. ആത്മാവ് തൊണ്ടക്കുഴിയിൽ നിൽക്കുന്ന സമയമാണതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാലിൽ നിന്ന് ആത്മാവ് വേർപെടുത്തി മുട്ടിലൂടെ തുടയിലൂടെ അവന്റെ ആമാശയത്തിലൂടെ അവന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോ അവന്റെ അടുക്കലേക്ക് 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ബദനുകൽ ഖവീ വമാ അളഅഫഹുൽ ആദമിന്റെ പൊന്നുമോനെ എന്ത് പറ്റിയടാ നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതായ കാര്യമെന്താണ്? നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? നിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാതെ വരുമല്ലോ, എന്ത് പറ്റി?
സുഖമില്ലാതെ കിടക്കാണ്, രോഗശൈലിയിൽ കിടക്കാണ്, അത്യാസന്ന നിലയിൽ കിടക്കുന്നു, സക്കറാത്തിന്റെ ഹാലിലാണ്. ആത്മാവിന് വേർപെടുത്തി തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കുമ്പോൾ മലക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ആദമിന്റെ പൊന്നുമോനെ ഐന ബദനുക്കൽ ഖവിയ, നിന്റെ ആരോഗ്യമുള്ളതാകുന്ന ശരീരത്തിന് എന്ത് പറ്റി? ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തു എന്താ? എന്ത് പറ്റി ഇതിനൊക്കെ? നല്ല ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ കിലോമീറ്ററുകളോളം നടന്നവളല്ലേ? ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി നടന്നവളല്ലേ? രാവിലെ തന്നെ ജിംനേഷ്യത്തിൽ പോയി നല്ല സിസ്പാക്കിന് വേണ്ടി പരിശ്രമിച്ചവരല്ലേ? രാവിലെ തന്നെ തോട്ടത്തിലും പറമ്പിലും ഒക്കെ പോയി പണിയെടുത്തവരല്ലേ? നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നല്ലോ. ഇന്ന് ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തുത എന്താ? എന്ത് പറ്റിയ നിനക്ക്? നീ ഇങ്ങനെ ആയിരുന്നല്ലോ, നിന്റെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റിയ നിനക്ക്? മലക്ക് ചോദിക്കും, എന്ത് മറുപടി നൽകും സഹോദരൻ? എന്താണ് അതിന് മറുപടി കൊടുക്കുക? നമ്മുടെ ആരോഗ്യ കാലഘട്ടത്തിൽ ചെയ്ത അമലുകൾ എന്തൊക്കെ? ഒന്ന് ചിന്തിക്കും. ഈ ഉമ്മത്തിന്റെ ആയുസ് എത്രയാണ്? മുത്തുനബിയുടെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. നമ്മൾ എത്രയാണ് അമൽ ചെയ്തിട്ടുള്ളത്? ഒന്ന് ചിന്തിക്കും. എത്ര നമസ്കാരങ്ങൾ ചിട്ടയുണ്ട്, എത്ര നോമ്പുകൾ ചിട്ടയുണ്ട്, എത്ര പേർക്ക് നമ്മൾ സക്കാത്ത് നൽകിയിട്ടുണ്ട്? നമ്മുടെ സക്കാത്തിന്റെ ഒക്കെ കണക്ക് കൃത്യമായിട്ടാണോ പോയിരിക്കുന്നത്? ചിന്തിക്കണം. വർഷാവർഷം ഫിത്ർ സക്കാത്ത് 2.5 കിലോ അരി കൊടുത്തിട്ട് ഒഴിയുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സ്വർണത്തിന്റെ സക്കാത്തുണ്ട്, വെള്ളിയുടെ സക്കാത്തുണ്ട്, കച്ചവടത്തിന്റെ സക്കാത്തുണ്ട്, കറൻസിയുടെ നമ്മുടെ കയ്യിരിക്കുന്ന കാശിന് സക്കാത്തുണ്ട്. അതൊക്കെ ആര് ശ്രദ്ധിക്കുന്ന, ആര് ചോദിക്കുന്ന, ആരാണ് ഇതിനനുസരിച്ച് അമൽ ചെയ്യുന്നത്? 2.5 കിലോ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ട് ഖലാസ്, എല്ലാം കഴിഞ്ഞു, സക്കാത്ത് കൊടുത്തു കഴിഞ്ഞു. അതാണ് പലരും. ഇല്ലെങ്കിൽ റമദാൻ വരുമ്പോൾ ഒരു 10,000 രൂപ 10-ന്റെ നോട്ടാക്കിയിട്ട് ഭാര്യയെ ഏൽപ്പിച്ചിട്ട് സക്കാത്ത് കൊടുത്തോ എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ നീട്ടി 10ഉം 20ഉം വെച്ച് എറിഞ്ഞു, അത് തീർത്തു, സക്കാത്തിന്റെ ഫണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മൾ കൊടുക്കുന്ന സക്കാത്ത്. അതാണോ സക്കാത്ത്? എത്ര പേര് സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ട്? നമ്മുടെ ഈ ലോകത്ത് ദുനിയാവിൽ വെച്ച് എത്ര അമലുകൾ നമ്മൾ ചെയ്തു? ചിന്തിക്കണം. നമ്മൾ എത്ര സുഹൃതങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചു? ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ, പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അമലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായവൻ ആരാണ് റസൂലേ, ആരാണ് ഹബീബേ? فقال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു, ഒരുപാട് കാലം ജീവിക്കുകയും ആ ജീവിച്ച കാലം അത്രയും ധാരാളം സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതായ ഏതൊരു വ്യക്തിയുണ്ടോ അവനാണ് ഏറ്റവും ജനങ്ങളിൽ ഉത്തമനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരുപാട് കാലം ജീവിച്ചു 60ഉം 70ഉം 90ഉം വയസ്സുവരെയൊക്കെ ജീവിക്കാൻ അവസരം കിട്ടിയതാകുന്ന വാപ്പ ഉമ്മ, ആ ജീവിച്ച കാലം അത്രയും ധാരാളം സുഹൃതങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇതിൽ താടി നരച്ചവരും തലമുടി നരച്ചവരാകുന്ന ആളുകളൊക്കെ ഉണ്ട്, മീശ നരച്ചു പോയവരുണ്ട്, പ്രായാധിക്യം എത്തിയ ആളുകളുണ്ട്, 50ഉം 60ഉം ഒക്കെ എത്തിയവരുണ്ട്. ചിന്തിക്കട്ടെ, നിങ്ങളുടെ ഇത്രയും കാലത്ത് ആയുസ്സിൽ നന്മയാണോ കൂടുതൽ തിന്മയാണോ? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണെന്ന് ചിന്തിക്കുക. തലമുടിയും താടിരോമൊക്കെ നരച്ചവരൊക്കെ ശരിക്ക് ശ്രദ്ധിച്ചോണം. കാരണം വലിയ വലിയ അടയാളങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കാൻ, മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി. നിങ്ങളുടെ നടുവ് വളയാൻ തുടങ്ങിയതും കൂന് പിടിക്കാൻ തുടങ്ങിയതും നിങ്ങളുടെ ശരീരത്തിലെ രോമങ്ങൾ നരയ്ക്കാൻ തുടങ്ങുന്നതും ഒക്കെ മരണത്തിന്റെ സൂചനയാണ്.
ഇനി അധികം ആയുസില്ല എന്നതിലേക്ക്. അതുകൊണ്ട് കൂടുതൽ തൗബ ചെയ്ത് നിലകൊണ്ടത് നിങ്ങളാണ് മറ്റുള്ളവരെക്കാൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും തൗബ ചെയ്യണം, എല്ലാവരും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. പ്രത്യേകമായി സുന്നത്താണ്. മുതഅല്ലിമീങ്ങളല്ലാത്ത, ദീൻ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ മരണത്തെപ്പറ്റി ചിന്തിക്കൽ ശക്തിമത്തായ സുന്നത്താണ്. മാത്രമല്ല, ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് ശുഹദാക്കളോടൊപ്പം അവർ നാളെ എത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹൽ യഹ്ശുറു അഹദുൻ മഅ ശുഹദാഇ യൗമൽ ഖിയാമ? നബിയേ, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ വെച്ച് ശുഹദാക്കളോടൊപ്പം ആരെങ്കിലും ഒരുമിച്ച് കൂട്ടുമോ റസൂലേ? ഒരുമിച്ച് കൂട്ടുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവത്രേ, നഅം യാ ആയിഷ, ഉണ്ട് ആയിഷ, ശുഹദാക്കളോടൊപ്പം നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ എത്തിച്ചേരുന്ന വിഭാഗമാണ് മൻ യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈല 20 മറ. രാവും പകലുമായി മരണത്തെ പറ്റി 20 പ്രാവശ്യം ചിന്തിക്കുന്നവരാരുണ്ടോ? ഞാൻ മരിക്കേണ്ടതാണെന്നുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവരെ ഒരുമിച്ച് കൂട്ടുന്നത് അവരെ ശുഹദാക്കളോടൊപ്പമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരുമിച്ച് കൂട്ടുന്ന വിഭാഗമാണത്രേ ഈ ദുനിയാവിൽ മരണത്തെ കുറിച്ച് ഡെയിലി 20 പ്രാവശ്യം ചിന്തിക്കുന്ന സഹോദരനെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി 20 പ്രാവശ്യം ഡെയിലി ചിന്തിച്ചാൽ ആരോടൊപ്പം എത്തും? ശുഹദാക്കളോടൊപ്പം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്ത്, എല്ലാ സുഖങ്ങളും ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്നതായ മരണത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണേ, ചിന്തിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആരാ ചിന്തിക്കുന്നത്? നമുക്കിടയിൽ വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, സഹോദരൻ മരിച്ചു, അയൽവാസികൾ മരിച്ചു. ജനിച്ച അന്ന് മുതൽ എത്ര മരണം നമ്മുടെ കൺമുന്നിൽ കാണുന്നു. ദിനേന മരണവാർത്ത അറിയുന്നു പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ. എന്നിട്ടും നാം മരണം പുൽകുമെന്നുള്ള ചിന്ത നമുക്കില്ലാതായി പോയി. നമ്മൾ മരിക്കുമെന്നുള്ള ചിന്തയില്ല. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, ജനങ്ങളെ ഏറ്റവും നല്ല ഉത്കൃഷ്ടനായ വ്യക്തി ആരാണ്? ആരാണ് ഏറ്റവും നല്ലവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി, ഒരുപാട് കാലം ജീവിച്ചവനാണ്, ആ ജീവിച്ച കാലം അത്രയും സുഹൃത്തുക്കൾ അനുഷ്ഠിച്ചവനാണ്. മൻശറുന്നാസി യാ റസൂലല്ലാഹ്. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, ജനങ്ങൾ വെച്ച് ഏറ്റവും നികൃഷ്ടനാരാണ്? ഏറ്റവും നിന്ദനാരാണ്? ഏറ്റവും മോശപ്പെട്ടവനാരാണ് റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഒരുപാട് കാലം ജീവിച്ചവനാണ്, പക്ഷേ അവന്റെ അമലുകൾ മോശമാണ്, മോശമാണ്. നല്ല അമലൊന്നും ഇല്ലാത്ത മനുഷ്യൻ, നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല, ഉംറയില്ല, ഒരു സദഖയില്ല, കള്ളും കുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ ദർശിച്ച് അങ്ങനെ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നടന്നവൻ, അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവൻ. ഹബീബ് റസൂലുള്ളാഹി. സഹോദരങ്ങളെ, ഈ പറഞ്ഞ രണ്ടാലൊരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടണം.
അല്ലെ? ഒന്നില്ലെങ്കിൽ നന്മയുടെ അഹ്ലുക, അല്ലെങ്കിൽ തിന്മയുടെ വാഹക. ഏത് കൂട്ടത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് ചിന്തിക്കാം. ഇപ്പൊ എത്രയാണ് ആയുസ്സൊന്നും ചിന്തിക്കുക. റസൂലുള്ളാഹി പറഞ്ഞ ആയുസ്സിലേക്ക് ഇനി എത്രയുണ്ടെന്ന് ചിന്തിക്കുക. അത്ര തന്നെ നീട്ടി കിട്ടിയെങ്കിലാണ് കേട്ടോ. അതിന് മുമ്പേ മരണം പുൽകാം. അല്ലാഹു നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അങ്ങനെ ദീർഘിപ്പിച്ചാൽ തന്നെ 60 70 അതിനപ്പുറത്തേക്ക് പോകുന്നത് വളരെ വിരളമാണ്. വളരെ വിരളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോഴാണ് 63ാമത്തെ വയസ്സ്. സക്കറാത്തിന്റെ ഹാലിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞല്ലോ ആ സമയത്ത്, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസകറാൻ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നുകൊണ്ട് മരണം പുൽകിയതാകുന്ന പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവിയോട് പറയുകയാണ്, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസകറാൻ. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. ആയിഷ വല്ലാത്ത പ്രയാസമാണ് ആയിഷ. ആദരവായ പ്രവാചകൻ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നക തൗഖുദു റൂഹ മിൻ ബൈനൽ ഖസബി വൽ അസബി വൽ അനാമിനി ഫഅഇന്നി അലാ സകറാത്തിൽ മൗത്ത്. ആദരവായ പ്രവാചകൻ, ആ പരിശുദ്ധമായ പ്രവാചകൻ തന്റെ ഭൂമിയെ ആയിഷയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് കടന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, നീ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുന്നത് അവന്റെ ശരീരത്തിലൂടെ ഊട്ടപ്പെട്ടതാകുന്ന രക്തമോടുന്ന ധമനിയിലൂടെയാണല്ലോ. രക്തം സഞ്ചരിക്കുന്ന സർവ്വ ധമനികളിലൂടെയും ശരീരത്തിൽ ആത്മാവിനെ ഊരിയെടുക്കുന്ന അല്ലാഹുവേ, ഫഅഇന്നി അലാ സകറാത്തിൽ മൗത്ത്. എനിക്ക് മരണവേദന ഒന്ന് കുറച്ച് നൽകണേ അല്ലാഹ്, എന്നെ നീ സഹായിക്കണേ അല്ലാഹ്. ആര് ദുആ ചെയ്തു? ഹബീബായ റസൂലുള്ളാഹി. നബി തങ്ങൾ പോലും ദ്വാരക്കാണ് എന്ത്? മരണത്തിന്റെ വേദന ഒന്ന് കുറച്ച് നൽകണേ അല്ലാഹ് എന്ന് ചിന്തിക്കണം നമ്മൾ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്താണ് മരണവേദന? എന്താണ് പ്രയാസം? എന്താണ് മരണവേദന? അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാകുന്ന അമലുകൾക്കനുസരിച്ചിരിക്കും നമ്മുടെ ആത്മാവിനെ വേർപെടുത്തുന്നതിന്റെ കോലം. അമ്പിയാക്കളുടെ മോമിനീങ്ങളുടെ ആത്മാവിനെ വേർപെടുത്തുന്ന പോലെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെയാണ്. പക്ഷെ അവന് പ്രയാസകരമാകും. മരണത്തിന്റെ മുഖം അവന് ബുദ്ധിമുട്ടാണ്. മരണം വലിയൊരു സംഭവം തന്നെയാണ്. എല്ലാ അമ്പിയാക്കളും അത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഔലിയാക്കളും അത് രേഖപ്പെടുത്തി, എല്ലാ മഹാന്മാരും അത് തിരിച്ചറിഞ്ഞിട്ട് ലോകത്തോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ചരിത്ര സാക്ഷിയാണ്. ഇത് നമ്മൾ നേരിട്ട് കാണാൻ പോകുന്ന രംഗമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അമലുകളുണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും അവിടെ നമുക്ക് രക്ഷയുണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ഇബാദത്തുകൾ നീ ആർജവത്തോടുകൂടി ചെയ്യണേ. നിഅമതാനി അളീമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ട് വർണ്ണമായ അനുഗ്രഹങ്ങൾ അധികരിച്ചതാകുന്ന അനുഗ്രഹങ്ങളാണത്. വർണ്ണമായ അനുഗ്രഹങ്ങളാണ്. അധിക ജനങ്ങളും ആ അമലുകളെ, ആ അനുഗ്രഹങ്ങളെ ശ്രദ്ധിക്കാതെ പോയവരാണ്. ഒന്ന് ആരോഗ്യമുള്ള കാലഘട്ടമാണ്, മറ്റൊന്ന് ഒഴിവുള്ള സമയമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യൻ ശ്രദ്ധിക്കാറില്ല. ഒന്ന് അവന്റെ ആരോഗ്യ കാലഘട്ടം, രണ്ടാമത്തേത് വൽ ഫറാഗ്, ഒഴിവ് സമയം. ഹബീബ് റസൂലുള്ളാഹി. ഇത് രണ്ടും എല്ലാവർക്കും ഉണ്ട്. എത്ര തിരക്കുള്ള വ്യക്തിക്കും ഉണ്ട് ഒഴിവിന്റെ സമയം. അവന്റേതായ കാര്യങ്ങൾ നടത്താൻ അവന് സമയമുണ്ടല്ലോ. അസ്സിഹ്ഹത്തു, ആരോഗ്യമുള്ള കാലഘട്ടം. ഈ സദസ്സിലിരിക്കുന്ന എത്ര ആളുകൾ നല്ല ആരോഗ്യവാന്മാരാണ് എല്ലാവരും.
ഒരാള് പോലും മറ്റൊരാളുടെ പരസഹായത്തോടു കൂടിയല്ല ഈ കയറ്റം കയറി ഇവിടെ വന്നത്. ഉമ്മമാരും അങ്ങനെ തന്നെ, എല്ലാവരും നടന്നു വന്നവരാ. ആർക്കൊരു പ്രയാസമില്ല. വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ നടന്നു വന്നവരുണ്ട് അല്ലേ? എത്രയോ ആളുകൾക്ക് നല്ല ഒഴിവുള്ള സമയമുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പന്ത് കളിച്ചും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടൊക്കെ വേൾഡ് കപ്പ് ഒക്കെ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ ഈ സമയത്ത് നമുക്കിടയിലുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷെ അനാവശ്യമായ കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി ആ സമയങ്ങളൊക്കെ ചെലവാക്കിയെന്നർത്ഥം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. സ്കരിക്കാൻ തന്നെ പള്ളിയിൽ വന്ന ഒരു മനുഷ്യൻ ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് പള്ളിക്കകത്തേക്ക് കയറുക. അതുവരെ പള്ളിയുടെ വെളിയിൽ ഇങ്ങനെ നിൽക്കും. കുറച്ചു നേരം ടോയ്ലറ്റിൽ പോയിരിക്കും. ഇനി അഥവാ നേരത്തെ കയറിയവൻ തന്നെ 2 റക്അത്ത് നിസ്കാരം, തഹയ്യത്തിന്റെ നിസ്കാരം നിർവഹിക്കുന്നില്ല. ബാങ്ക് വിളിച്ചിട്ടാണെങ്കിൽ ആ ബാങ്കിന് ശേഷമുള്ളതാകുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരം അവൻ നിർവഹിക്കലില്ല. അധിക ചെറുപ്പക്കാരുടെ അവസ്ഥ തന്നെയാണ്. വർത്താനം പറഞ്ഞ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കും. ഇനി വലിയവരായാൽ പോലും ഇഖാമത്ത് കൊടുത്തു, സഫ് ഒന്നാമത്തെ സഫ് ആഗ്രഹിക്കുന്നില്ല. അത് താല്പര്യം തന്നെയില്ല. പുറകോട്ട് മാറി നിൽക്കുക. ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ വലതുഭാഗം നോക്കി നിൽക്കാൻ വേണ്ടി അവന് സമയമുണ്ട്. നേരത്തെ വന്നത് എന്നാ പോലും അങ്ങോട്ട് നിന്നോന്ന് മറ്റുള്ളവരെ വിടുക. ഇത് സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. അതിലേക്ക് നീ ചേർന്ന് നിൽക്കുന്നു. നീ പുറകോട്ട് മാറാതെ മറ്റൊരാൾക്ക് ആ അവസരം കൊടുത്ത് നിന്റെ അവസരം നിഷേധിക്കപ്പെടുക. സഫുകൾ ഫ്രണ്ടിലുള്ള സഫിലേക്ക് ആളെ കയറ്റിവിടുക. നീ കയറി നിൽക്കുന്നില്ല. വിടവുകൾ പൂർത്തീകരിക്കുന്നില്ല. സഫ് ശരിയായി നിൽക്കുന്നില്ല. എന്താണ് അവസ്ഥ? എന്ത് നന്മയാണ് നമ്മളിലുള്ളത്. കോവിഡിന് ശേഷം ഇങ്ങോട്ട് അകൽച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അതേ അകൽച്ച തന്നെ ഇപ്പോഴും പല പള്ളിയിലും ഇപ്പോഴും മാറിയിട്ടില്ല. ചില ആളുകൾ അടുത്ത് നിൽക്കുന്നത് അവന് പ്രയാസകരം. അതിനവൻ കാലിങ്ങനെ ചെരിച്ച് അപ്പുറത്തിരിക്കുന്നവന്റെ വിരലിങ്ങനെ ഒപ്പിക്കുകയാണ്. അവന്റെ കാലിലോട്ടും എന്റെ കാലിലോട്ടും. പശുവൊക്കെ പ്രസവിക്കാൻ നിൽക്കുന്നവരെ 2 കാലും അകത്തി പിടിച്ചോണ്ട് 2 കാലിനും ഇടയിൽ ഒരിച്ചാണ് അകലമേ പാടുള്ളൂ. ഇതെത്രയാണ് വെച്ചിരിക്കുന്ന അകലം? ഭയങ്കരമായ അകലമാണ് വെച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ അവസ്ഥ? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ പറയ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഇബാദത്തുകളെ ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോയി. നമ്മുടെ ചുറ്റുപാടുകൾ പോയി. ഒരു പേടിയുമില്ല, ഒരു ഭയപ്പാടുമില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ മലക്കുൽ മൗത്താകുന്ന അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, അല്ലയോ മലക്കുൽ മൗത്തേ, നിന്റെ യഥാർത്ഥമാകുന്ന രൂപം തെമ്മാടികളാകുന്ന തെമ്മാടികളാകുന്ന അഹ്ലുകാരുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീലേ? എനിക്കൊന്ന് കാണിച്ചു തരുമോ അസ്റായീലേ? ഇന്നി ഉരീദു അൻ അറാ സൂറതകല്ലതി തഖ്ബിദു റൂഹൽ ഫാജിർ. തമ്മാടികളാകുന്ന ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നതായ രൂപം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഫഖാല അസ്റായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ലാ തസ്തതിഉ യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിം എന്ന പ്രവാചകരെ, നിനക്കത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ബൽ അസ്തതിഉ, എനിക്കതിന് സാധിക്കുന്നതാണ്, എനിക്കതിന് കഴിയുന്നതാണ്. നിന്റെ യഥാർത്ഥമാകുന്ന രൂപമൊന്ന് കാണിക്കണേ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെയും ലഹരി കുടിക്കുന്നവരെയും പാൻപരാഗ് ചവയ്ക്കുന്നവരെയും ഹറാമാകുന്ന പ്രവർത്തനത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോകുന്നവനെയും മോശമാക്കപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ തിരിക്കുന്നവനെയും ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിക്കണേ അസ്റായീലേ എന്ന് ചോദിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് പറഞ്ഞു അത്രേ, ലാ തസ്തതിഉ, നിങ്ങൾക്കതിന് കഴിയൂല ഇബ്രാഹിമേ. തെമ്മാടികളുടെ ആത്മാവിനെ പിടിക്കുന്ന കോലം കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷി പ്രവാചകരാകുന്ന നിങ്ങൾക്കില്ല. ഇബ്രാഹിം നബിയോട് പറഞ്ഞു.
ഇബ്രാഹിം നബി പറഞ്ഞു ബൽ അസ്തതിഉ, ഇല്ല എനിക്ക് കഴിയും, കാണിക്കണം, എനിക്കതിനെ കഴിയും. വാശി പിടിച്ചു. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം ഉടനെ തന്നെ ജിബ്രീൽ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, എന്നിൽ നിന്നൊന്ന് പിന്തിരിയണേ, ഒന്ന് കണ്ണൊന്ന് ചിമ്മണേ. ഫഅറള അൻഹു, കണ്ണൊന്ന് ചിമ്മി തുറക്കുമ്പോൾ ഫൈദൻ ഹുവ ബിറജുലിൻ അസ്വദ സിയാബ്, കറുത്തിരണ്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടൊരു മനുഷ്യൻ മുന്നിൽ കാണുകയാണ്. മുടിയെല്ലാം നീട്ടി വളർത്തി ജട പിടിച്ചതാകുന്ന മുഖകമലത്തോടുകൂടി അതികറുത്തിരണ്ടതാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വിരൂപനായ ഒരു കോലത്തിൽ ഒരു മനുഷ്യനെ കാണുകയാണ്. വല്ലാത്ത ദുർഗന്ധമാണ്, ദുർഗന്ധമാണ്. അവന്റെ മൻഹറിൽ നിന്നും അവന്റെ നാസ്വാദാരങ്ങളിൽ നിന്നും അവന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നരകത്തിന്റെ തീജ്വാലയാണ്, തീജ്വാലയാണ്. നരകത്തിന്റെ തീജ്വാല മൂക്കിൽ നിന്നും അവന്റെ വായിൽ നിന്നും പുറപ്പെടുവിച്ചുകൊണ്ട് വല്ലാത്ത പേടിപ്പെടുത്തുന്ന രൂപത്തിലും കോലത്തിലുമായിട്ടാണ് അസ്റായീൽ അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. വല്ലാത്ത ദുർഗന്ധമാണ്, ദുർഗന്ധമാണ്. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്ന, ആര് കണ്ടാലും ഭയചകിതമാകുന്ന ഒരവസ്ഥയിലേക്ക് മുടിയെല്ലാം നീട്ടി വളർത്തിക്കൊണ്ടുള്ള കോലമാണ്. ഇതങ്ങോട്ട് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണുവത്രേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തന്നെ ബോധം പോയി. പ്രവാചകനാണ്, ചോദിച്ചു വാങ്ങിയതാണ്. കോലം ഒന്ന് കാണട്ടെ, മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്നവരുടെ രൂപം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കാണിച്ചു കൊടുത്തു. കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബോധരഹിതനായി. ചരിത്രമാണ് സഹോദരൻ, പഠിച്ചു വെക്കണം നമ്മൾ. ഈ അസ്റായീലിനെ നേർക്ക് നേരെ നമ്മൾ കണ്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പോലും ആ വിശ്വരൂപം ശരിക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പരിപൂർണമായി ബോധരഹിതനായി വീണുപോയെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്താണ്? കാരണം തെറ്റുകുറ്റങ്ങളുടെ കൂമ്പാരമായിട്ട് നിലകൊള്ളുകയാണ് നമ്മൾ. നിസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, ഉംറയില്ല, പാവങ്ങളുടെ കണ്ണീരപ്പില്ല, പള്ളിക്ക് കൊടുക്കലില്ല, മദ്രസയ്ക്ക് കൊടുക്കലില്ല, ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കലില്ല, എല്ലാ കാര്യത്തിലും പുറകോട്ട് നിൽക്കുന്ന മനുഷ്യൻ. ഒരു നന്മയും ജീവിതത്തിലില്ല. അങ്ങനെ നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്ന യുഗം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്കൂളിലൊക്കെ പഠിക്കുന്ന, കലാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 100-ൽ 46% വിദ്യാർത്ഥികളും ലഹരിക്ക് അടിമപ്പെടുന്നു. പുതിയ കണക്ക്. ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്നതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ 16% ഉപയോഗിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റ് ഇതര സംസ്ഥാനങ്ങളെക്കാൾ, ഇന്ത്യയിലുള്ള വിദഗ്ധമാകുന്ന സംസ്ഥാനങ്ങളെക്കാൾ, മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളൊക്കെ വിവര സാങ്കേതിക വിഷയത്തിൽ ഉയർന്നവർ, അറിവ് നല്ലതുപോലെ ഉയർന്നവർ, സാക്ഷരതയുടെ വിഷയത്തിൽ ഉയർച്ചയുള്ള ആളുകൾ, ആരോഗ്യപരമായി ഉയർച്ചയുള്ളതാകുന്ന ആളുകൾ, എല്ലാ നിലയ്ക്കും ആരോഗ്യപരമായി കഴിവുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. പഞ്ചാബും ഹരിയാനയും ഒക്കെ അടക്കം മറ്റു സംസ്ഥാനങ്ങൾ ലഹരികൾ അടിമപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെക്കാൾ എല്ലാം ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറും. ആരാ ഇത് കുടിച്ചു തീർക്കുന്നത്? മുമ്പാണെങ്കിൽ കള്ള് കുടിക്കുന്നു ഇന്ന് കള്ളൊന്നുമല്ല, ഇന്ന് കഞ്ചാവും ഡ്രഗ്സും മയക്കുമരുന്നുകളും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെയായി മാറിയിരിക്കുകയാണ്. LSD എന്നറിയപ്പെടുന്ന വസ്തുക്കൾ, MDMA എന്നറിയപ്പെടുന്നതാകുന്ന വസ്തുക്കൾ, നാക്കിനടിയിലേക്ക് സ്റ്റാമ്പ് രൂപത്തിലുള്ള സാധനം വെച്ചാൽ 16 മണിക്കൂർ വരെ നിർത്താതെ നൃത്തം ചവിട്ടാൻ കഴിയുന്ന സാധനം. 16 മണിക്കൂർ വരെ നിൽക്കും അതിന്റെ എഫക്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്ന് ഭൂമിയിൽ വിറ്റഴിക്കപ്പെടുക. ലക്ഷക്കണക്കിന് രൂപയാണ് അതിന്റെ വിലകൾ വരുന്നത്.
ചെറിയ പാക്കറ്റിന് തന്നെ ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും. ഒരു പ്രശ്നമില്ല, വാങ്ങാൻ ആളുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. കച്ചവടം ചെയ്ത ആളുകൾ കൂടി വരുന്നു. എത്ര ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, +1-നും +2-നും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കളൊക്കെയാണ് ഇത് കച്ചവടം ചെയ്ത് നടക്കുന്ന ആളുകൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാഹ്. അത്തരത്തിലുള്ള ലഹരിയോട് കടിമപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാഹ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഹരിയുടെ വിഷയത്തിൽ, മദ്യത്തിന്റെ വിഷയത്തിൽ 10 പേരെ ആദരവായ റസൂലുള്ളാഹ് ശപിച്ചുവത്രേ. പഠിച്ചു വെക്കണേ അങ്കരി മുകളിലുള്ള ചെറുപ്പക്കാർ, സഹോദരങ്ങൾ പഠിച്ചു വെക്കണേ, സഹോദരിമാരെ പഠിച്ചു വെക്കണേ. നമ്മുടെ മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിടുന്നില്ലേ? എത്രയെത്ര മക്കളാണ് രഹസ്യമായി ഇത്തരത്തിലുള്ളതായ അപജയങ്ങൾ മാറി പുണരുന്നതെന്നറിയുമോ? ലഹരിക്കടിമപ്പെടുന്ന മക്കളാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന് വരെ ജീവിതത്തിൽ ഒരു മോശമായ സംസാരം സംസാരിക്കാത്ത, ഒരു കളവ് പറയുക പോലും ചെയ്യാത്തതാകുന്ന മുത്തുനബി, ഒരാളെയും ചീത്ത വിളിക്കാത്ത പ്രവാചകർ, ഒരാളെ കുറിച്ചും അപവാദം പറയാത്ത പ്രവാചകർ, ഒരാളെ കുറിച്ചും ഏഷണി പറയാത്ത പ്രവാചകർ, ഒരാളെയും ഭീഷണിപ്പെടുത്താത്ത പ്രവാചകർ, ഒരാളെ കുറിച്ചും പരദൂരം പറയാത്ത പ്രവാചകർ, തന്റെ ശറഫാക്കപ്പെട്ട നാളുകൊണ്ട് 10 പേര് ശപിച്ചുവത്രേ. ആരെന്നറിയുമോ? ആസിറഹ വമുതസിറഹ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10 പേര് റസൂലുള്ളാഹി ശപിക്കുകയാണ്. ഒന്ന് ആസിറഹ, മദ്യം വാറ്റുന്നവരെ റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വമുതസിറഹ, അത് വാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചവനെയും ആദരവായ പ്രവാചകനെ ശപിച്ചിരിക്കുകയാണ്. സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചവനെ റസൂലുള്ളാഹി ശപിച്ചു. തീർന്നില്ല. അത് കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. ചില ആളുകളുണ്ട്, ചിലര് പറയും, ഉസ്താദേ ഇന്ന് വരെ ഞാൻ സാധനം കുടിച്ചിട്ടില്ല, അല്ലെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അതിങ്ങനെ ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ നിന്നിട്ടുണ്ട്, കൂട്ടുകാരോടെ കൂട്ടം കൂടി നിന്നപ്പോ ഞാൻ ഒഴിച്ചിട്ട് ഞാൻ മാറി നിന്നിട്ട് നല്ല സൂഫിയാണ്. പക്ഷെ ഈ ഒഴിച്ചു കൊടുക്കുന്നവരെയും ആര് ശപിച്ചിട്ടുണ്ട്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണം. അത് കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ആ കള്ളും കഞ്ചാവും ഒക്കെ വഹിച്ചുകൊണ്ട് നടക്കുന്നതായ വ്യക്തികളെയും ആദരവായ പ്രവാചകൻ ശപിച്ചവത്രേ എന്ന് അനസ് റളിയല്ലാഹു അൻഹു. കഞ്ചാവ് വഹിച്ചുകൊണ്ട് നടക്കുന്നവരെ, അത് ബിസിനസ് ചെയ്യാൻ ട്രെയിനിൽ പോകുന്നവരെ, അത് ബിസിനസ് ചെയ്യാൻ കാറിൽ പോകുന്നവരെ, അതിന്റെ ബിസിനസ്സുമായി നടക്കുന്ന ചെറുപ്പക്കാരെ, വാഹനത്തിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഡ്രൈവറായി ജോലി ചെയ്യുന്നവരെ, ബീവറേജിലൊക്കെ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരെ, ഞാൻ ഇന്നവരെ കുടിച്ചിട്ടില്ല എന്ന് പറയരുത്. നീ കുടിക്കേണ്ടതില്ല, നീ വഹിച്ചുകൊണ്ട് വന്നവരാണ്, അതിന്റെ വാഹകനാണ് നീ. നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വൽ മഹമൂലത്തൈനി, ആർക്ക് വേണ്ടിയാണ് വഹിച്ചു കൊണ്ടുവന്നത്? ആ മുതലാളിയെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല. ബാർ ഹോട്ടലുകളിൽ ഷെയർ ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുന്ന മുതലാളിമാരെ, കഞ്ചാവിന്റെ കൃഷി നടത്തുന്നവരെ, ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ തുനിയുന്ന കച്ചവടക്കാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അത് ബിസിനസ് നടത്തുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. ഈ സാധനം കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ പൈസ കൊണ്ടുവന്ന് അരി വാങ്ങിച്ചിട്ട് അത് തിന്നുന്നവരെ
റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. ഞാൻ അതിൽ ഷെയർ ചേർന്നിട്ടേ ഉള്ളൂ. ആ ബാർ ഹോട്ടലിൽ ഞാൻ എന്റെ ഷെയർ ഇട്ടിട്ടേ ഉള്ളൂ. ഇന്ന് വരെ ഞാൻ അവിടേക്ക് പോയിട്ടില്ല. എനിക്ക് നിന്റെ വിഹിതം എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവ് പറയരുതേ. നീ അതിൽ നിന്നുള്ളൊരു വിഹിതം കൊണ്ടുവന്നാണ് തിന്നത് എങ്കിൽ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വൽ മഹ്മൂലതൈലൈ വൽ മുസ്തരിയ ലഹാ വൽ മുസ്തറാത ലഹു. ആരാണോ ഇത് വാങ്ങിച്ചത്, ഈ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. മണിക്കൂറുകൾ ബീവറേജിന് മുന്നിൽ ക്യൂ നിന്നുകൊണ്ട് വാങ്ങിച്ചെടുത്തതായ സാധനമാണ്. അത് കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് കൊടുക്കുന്നവനെ, ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നവനെ, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കുപ്പിയും വാങ്ങിച്ചു കൊണ്ടുവന്ന് കൂട്ടുകാർക്ക് സമ്മാനിക്കുന്നവരെ, ദീപാവലിയുടെ രാത്രി അടിച്ചു പൊളിച്ചോ എന്ന് പറയുന്നവരെ, പെരുന്നാളിന്റെ രാത്രി അടിച്ചു പൊളിച്ചോ എന്ന് പറയുന്നവരെ, ക്രിസ്മസിന്റെ രാവുകളിൽ, ന്യൂ ഇയറിന്റെ രാവുകളിൽ കൂട്ടുകാരും ഒന്നിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ കുടിക്കുന്നവരെ ആദരവായ പ്രവാചകനെ ശപിച്ച വിഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണ്. വൽ മുസ്തരിയ ലഹാ വൽ മുസ്തറാത ലഹു. ആ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നവരെയും ആർക്ക് വേണ്ടിയാണോ വാങ്ങിച്ചു കൊണ്ടുവന്നത് അവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു 10 പേരെയാണ് ശപിച്ചത്. 10 അഹ്ലുകാരെ. ആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ വൽമഹ്മൂലതൈലൈ വസാഖിയഹാ വബായിഹാ വആകില സമനിഹാ വൽമുസ്തരിയ ലഹാ വൽമുസ്തറാത ലഹു. 10 പേര്. സാരമില്ല. ആരാ ശപിച്ചതെന്ന് ഓർക്കണം. ഹബീബായ റസൂലുള്ളാഹി. നബി തങ്ങൾ ശപിച്ചാൽ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും ശപിക്കും. നബി ശപിച്ചവരെ അല്ലാഹു ശപിക്കും. നബി ശപിച്ചവരെ സർവ്വ മുഅ്മിനീങ്ങളും ശപിക്കും. നബി ശപിച്ചവർക്ക് എതിരെ ദുആ ചെയ്തുകൊണ്ട് മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നിലകൊള്ളും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ആരെങ്കിലും കൂട്ടുകാർ നിർബന്ധിച്ചിട്ട് വലിച്ചു വെക്കടാ എന്ന് പറഞ്ഞ് സാധനമൊക്കെ വലിച്ചവരുണ്ടെങ്കിൽ ഒരു സാധനം വേണ്ട. ചിലര് സിഗരറ്റ് വലിക്കുന്നതിന് പറയുന്നത് തലയിൽ ചെറിയ ടെൻഷൻ അടിച്ചിട്ട് ഈ സാധനം വലിക്കുമ്പോൾ നിനക്ക് നല്ല കിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കുല്ലു മുഹമ്മരിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ സദഖ റസൂലുള്ളാഹി. എല്ലാ സ്വബോധത്തെ മറക്കുന്ന വസ്തുവും മുസ്കിറാണ്, ലഹരിയാണ്. ബോധം മറക്കുന്നുണ്ടോ? സാധനം വലിച്ച് നല്ല ബഫ് വലിച്ചു തലയൊക്കെ എത്തിയിട്ട് പുകയില്ലാണ്ട് എത്തിയിട്ട് ഹാല് മറഞ്ഞിരിക്കുകയാണോ? എങ്കിലെന്താണ് അത്? ലഹരിയാണ്. എല്ലാ ലഹരിയും ഹറാമുൻ, എല്ലാ ലഹരി ഉൽപ്പന്നവും നിഷിദ്ധമാണ്. ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോ. അല്ലാഹു നിനക്ക് നൽകിയ ആരോഗ്യത്തെ നീ നശിപ്പിക്കരുത്. വലാ തുൽഖൂ ഐദീകും ഇലാ തഹ്ലുക. നിന്റെ കരങ്ങളെ നീ നാശത്തിലേക്ക് ഇടരുത്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല, ശരീരത്തെ ഇല്ലാതാക്കാൻ പാടില്ല. അല്ലാഹു നൽകിയിരിക്കുന്ന ആരോഗ്യത്തെ നശിപ്പിക്കാൻ പാടില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ ശരിബൽ ഖംറ ബിന്നഹാരി വല്ല മുശ്രികാ വമൻ ശരിബൽ ഖംറ ബില്ലൈലി ബാത മുശ്രികാ. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, ആരൊരുവനെ പകലിൽ മദ്യപിച്ചുവോ അവൻ തീർച്ചയായും മുശ്രിക്കാകുന്നവനാണ്, അവൻ അവിശ്വാസിയായി പോകുന്നതാണ്. ആരവന്റെ രാത്രിയുടെ യാമത്തിൽ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മദ്യപിച്ചവരുണ്ടോ അവൻ തീർച്ചയായും രാത്രിയിൽ രാപാർക്കുന്നത് കാഫിറായിട്ടാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈമാൻ പോകുന്നർത്ഥം. ഈമാൻ പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ആ ഈമാൻ നിലനിർത്താനാണ് 5 വഖത്ത് നിസ്കാരത്തിലൂടെ റബ്ബിനോട് നീ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ ചേർക്കണേ അല്ലാഹ് എന്ന് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ഈമാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എങ്ങനെയാണ്? 5 വഖത്ത് നിസ്കാരത്തിലും 5 നേരവും പടച്ച റബ്ബിനോട് നീ ചോദിക്കുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ അല്ലാഹ്, നീ നിലനിർത്തി തരണേ. അങ്ങനെ നിസ്കാരം നിലനിർത്തുന്ന ഒരു മുഅ്മിൻ അവൻ കള്ളു കുടിച്ചാൽ അവന്റെ ഈമാൻ പോകും. മാത്രമല്ല റസൂലുള്ളാഹി പറയുകയാണ്, മൻ ശരിബൽ ഖമറ ലം യഖ്ബലില്ലാഹു സ്വലാത 40 സബാഹ. ആരൊരുവനെ കള്ളു കുടിച്ചാൽ അവരിൽ നിന്ന് 40 ദിവസത്തേതാകുന്ന ആരാധന കർമ്മങ്ങൾ, അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഇൻ താബ, കള്ളു കുടിച്ചവൻ, ലഹരി നുണഞ്ഞവൻ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ ലഹരി കുടിച്ചു പോയവനാണ്, ലഹരി നുണഞ്ഞു പോയവനാണ്, നീ തൗബ ചെയ്യണേ നാഥാ, എന്റെ തൗബ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ തഅബല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗബയെ സ്വീകരിക്കുന്നതാണ്. അവന്റെ തൗബയെ അല്ലാഹു കബൂലാക്കുന്നതാണ്, പടച്ച റബ്ബ് സ്വീകരിക്കുന്നതാണ്. വീണ്ടും അവൻ ആ തെറ്റിലേക്ക് മടങ്ങിയാൽ, വീണ്ടും അവൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്ത മനുഷ്യനാണ്, എന്നിട്ട് വീണ്ടും ആ തെറ്റിലേക്ക് അവൻ പോയാൽ, വീണ്ടും ലഹരിയുടെ ഉപയോഗത്തിലേക്ക് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിപ്പോയാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലം യഖ്ബലില്ലാഹു സ്വലാത 40 സബാഹ. 40 ദിവസത്തേക്കുള്ളവന്റെ നമസ്കാരത്തെ അല്ലാഹു പിന്നീട് സ്വീകരിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫഇൻ താബ തഅബല്ലാഹു അലൈഹി, രണ്ടാമത്തെ പ്രാവശ്യവും തൗബ ചെയ്താൽ, അല്ലാഹുവേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി ഉണ്ടാവൂല എന്ന് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ തഅബല്ലാഹു അലൈഹി, അല്ലാഹു ഗഫൂറാണ് റഹീമാണ്, അവൻ വീണ്ടും കരുണച്ചുകൊണ്ട് പാപം പുറത്തു കൊടുക്കുകയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫഇൻ ആദ, വീണ്ടും അവൻ മടങ്ങുകയാണ്, കള്ളു കുടിക്കുകയാണ്, ലഹരി നുണയുകയാണ്, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി ജീവിതം തള്ളി നീക്കുകയാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ട് പോവുകയാണ്, ഹശീഷ് ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ്, ലം യഖ്ബലില്ലാഹു സ്വലാത 40 സബാഹ. 40 ദിവസത്തേക്ക് അല്ലാഹു അവന്റെ ആരാധനകൾ സ്വീകരിക്കുകയില്ല, അവന്റെ നമസ്കാരത്തെ അല്ലാഹു കബൂലാക്കുകയില്ല. കള്ളു കുടിച്ചവനല്ലേ, ലഹരി നുണഞ്ഞവനല്ലേ, അവന്റേതാകുന്ന 40 ദിവസത്തെ ആരാധനകൾ അല്ലാഹു സ്വീകരിക്കുകയില്ലത്രേ. ഫഇൻ താബ തഅബല്ലാഹു അലൈഹി, മൂന്നാമത്തെ പ്രാവശ്യവും തൗബ ചെയ്താൽ അല്ലാഹു ഗഫൂറാണ് റഹീമാണ്, അവൻ വീണ്ടും പുറത്തു കൊടുക്കുകയാണ്. ഫഇൻ ആദ, നാലാമത്തെ പ്രാവശ്യം അവൻ കള്ളുകുടിയിലേക്ക് മടങ്ങിയാൽ ആദരവായ പ്രവാചകൻ പറയുകയാണ്, യജീഉ യൗമൽ ഖിയാമ, അവൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് തന്നെ കാഫിറായിട്ടാണ്, കാഫിറായിട്ടാണ്. മൻമാത മുദ്മിനും ബിൽ ഖംരി യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചു പോന്നിരുന്ന ലാത്തയും ഉസ്സയും എന്ന് പറയുന്ന ബിംബങ്ങൾ ആരാധിച്ച് ചത്തൊടുങ്ങിയ മക്കാ മുശ്രിക്കുകളെ പോലെ കാഫിറായിട്ടാണ് അവൻ ചത്തുപോകുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 4 പ്രാവശ്യം അവൻ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്, 3 പ്രാവശ്യം തൗബ ചെയ്തിട്ട് റബ്ബ് സ്വീകരിച്ചതാണ്. എന്നിട്ട് വീണ്ടും ആ തെറ്റുകുറ്റത്തിലേക്ക് അവൻ മടങ്ങിപ്പോയാൽ ഭീകരമായ ശിക്ഷയാണ് അവനെ വരവേൽക്കുക. യജീഉ യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാൽ എന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പടച്ച റബ്ബ് വിചാരണ ചെയ്യുന്നതായ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തിരുസവിധത്തിലേക്ക് അവനെ കടന്നു വരുന്നതാണ്. മുസ്വദ്ദൻ വജ്ഹു മുതല്ലഹൽ ലിസാനുഹു,
അവന്റെ മുഖകമലം കറുത്തിരുണ്ടതാണ്. ഈ ദുനിയാവിൽ നല്ല വെളുപ്പുള്ള ചെറുപ്പക്കാരനാണ്, കാസർഗോഡുള്ള ചുള്ളനാണ്, നാട്ടുകാർക്കിടയിൽ പ്രിയങ്കരനാണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളവനാണ്. പക്ഷെ അവൻ രഹസ്യമായി ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടവനാണ്. കൂട്ടുകാരുമായി രഹസ്യമായി ഏതെങ്കിലും ബീവറേജിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് സാധനം അടിച്ചുകൊണ്ട് നിലകൊണ്ടവനാണ്. ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് ലഹരിയുടെ ഉൽപ്പന്നങ്ങൾ ശരീരത്തിലേക്ക് കുത്തി നിറച്ചവനാണ്. രാത്രിയുടെ യാമങ്ങളിൽ ഒളിച്ചും പാത്തും പതുങ്ങിയും അവൻ ലഹരി ഉപയോഗം നടത്തിയവനാണ്. ഒരുപാട് കാലം അത്തരത്തിലെ ജീവിതം കഴിച്ചു കൂട്ടിയവനാണ്. അവന് തൗബ അല്ലാഹു സ്വീകരിക്കില്ല. അവൻ തൗബ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നീ പല പ്രാവശ്യം തൗബ ചെയ്തിട്ട് വീണ്ടും ആ തെറ്റുകുറ്റത്തിലേക്ക് പോയവനാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, യജീഉ യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ ഈമാനില്ലാതെ മരിച്ചു എന്ന് മാത്രമല്ല, ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു വരുമ്പോ ലോകത്തുള്ള സർവ്വ മനുഷ്യരും നോക്കി നിൽക്കെ അവനിതാ കടന്നു വരുന്നു. അവന്റെ മുഖം വല്ലാതെ കറുത്തിട്ടുണ്ട്. അവന്റെ നാവിതാ വെളിയിലേക്ക് നായ നീട്ടിയിട്ടിരിക്കുന്ന പോലെ നീട്ടിയിട്ടിരിക്കുകയാണ്. പേപ്പട്ടിയെ പോലെ അവന്റെ നാവിൽ നിന്ന് ഈളയിട്ട് വീഴുകയാണ്. നാവ് പുറത്തേക്ക് നീട്ടിയിട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ നാവിൽ നിന്ന് ഈളയിട്ട് വീഴുകയാണ്. ശരീരത്തിലേക്ക് വന്നുകൊണ്ട് പതിക്കുകയാണ്. അവനെ കാണുന്ന സർവരും അവനെ വെറുപ്പോടുകൂടി ആട്ടി ഓടിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാവരും അവരെ ആട്ടി ഓടിക്കുകയാണ്. മഹ്ശറയിൽ കാണുന്ന സർവരും അവരെ ആട്ടി ഓടിക്കുകയാണ്. എല്ലാവരും പറയുകയാണ്, ഇവനെ ആടിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ഇവൻ ദുനിയാവിൽ ലഹരി നുണഞ്ഞുകൊണ്ട് നടന്നവനാണ്. ഇവൻ മോശമാക്കപ്പെട്ട സാധനങ്ങൾ നാക്കിനടിയിൽ വെച്ചുകൊണ്ട് നടന്നവനാണ്. ഇവൻ MDMA ഉപയോഗിച്ചവനാണ്. ഇവൻ LSD ഉപയോഗിച്ചവനാണ്. ഇവൻ ഹശീഷ് ഉപയോഗിച്ചവനാണ്. ഇവൻ ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഇവനെ ആളുകൾ ആട്ടി ഓടിക്കുന്നത് എന്ന് പറയപ്പെടുകയാണ്. ചിന്തിച്ചു നോക്ക്.